മക്കളെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ചാപ്റ്റേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 2023 ഓരോ ചാപ്റ്ററിനും വന്നിട്ടുള്ള വെയിറ്റേജും അതിൻ്റെ പെർസെൻറ്റേജും ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പഠിച്ചത് വെച്ചിട്ട് നിങ്ങളുടെ ഓണം എക്സാമിന് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ചാപ്റ്റേഴ്സിന് നല്ല ഹൈ വെയിറ്റേജ് ഉണ്ട്, ചില ചാപ്റ്റേഴ്സിന് കുറച്ച് ലോ വെയിറ്റേജ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളൊന്നും പഠിക്കാതെ അല്ലെങ്കിൽ പകുതി എത്തി നിൽക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ചാപ്റ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി അതുമല്ല, ചില മക്കൾക്കൊക്കെ ആണെങ്കിൽ ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ല. സ്കൂളുകൾ അനുസരിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ സ്കൂളുകൾ തന്നെ കണ്ടക്ട് ചെയ്യുന്നതാണ് ഇത്തവണത്തെ നിങ്ങളുടെ ഓണം എക്സാം. അപ്പോൾ ചിലപ്പോൾ അവിടെ ചില ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ പകുതി വരെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആൻഡ് അത് മാത്രമല്ല, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ പ്രോഗ്രസ് കാൽക്കുലേറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രോഗ്രസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 70% അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 80% ഒക്കെയാണ് കിട്ടിയത്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 50% ആണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇനിയുള്ള ലൈവുകളും ഇനിയുള്ള ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ബസ് ഇവിടെ എടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് സബ്ജക്ട്സ് ആണ്, ലാംഗ്വേജ് എടുത്തിട്ടില്ല. അതായത് ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രോഗ്രസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അത് മാത്രമല്ല, നമുക്കിവിടെ എത്രത്തോളം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ, നിങ്ങളുടെ തന്നെ ഒരു സിലബസ് ട്രാക്കർ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ 1-2 സബ്ജക്ട്സേ കാണിക്കുള്ളൂ, ബാക്കിയുള്ളത് നിങ്ങൾ ട്രാക്ക് ചെയ്യണം. ഓക്കെ, ആൻഡ് അതിന് വേണ്ടിയിട്ട് ഈ ഒരു PDF ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് തിയറിയും ബേസിക് ക്വസ്റ്റ്യൻസും മാത്രമായിരിക്കും. ചില ചാപ്റ്റേഴ്സ് നമ്മൾ ഫുൾ അങ്ങോട്ട് കോൺഫിഡൻ്റ് ആയിരിക്കില്ല. അതായത് ജസ്റ്റ് ഒരു തിയറിയും ബേസിക് ക്വസ്റ്റ്യൻസ് അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 50% കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അതല്ല നിങ്ങൾ അതിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് 100%. അതായത് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ടിക്ക് കൊടുക്കും, അല്ല പകുതി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ ടിക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ നമുക്ക് ബയോളജി എടുക്കാം. അപ്പോൾ ബയോളജിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ എത്രയിലാണ്? 60-ലാണ്. ബോട്ടണി പകുതി, അതുപോലെ തന്നെ സുവോളജിയും പകുതി. അപ്പം നമുക്ക് ആകെ ബോട്ടണി ഈ 2 ചാപ്റ്റേഴ്സ് ആണുള്ളത്, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സും ബയോടെക്നോളജിയും. അതിന് രണ്ടിനും ഏകദേശം ഈക്വൽ വെയിറ്റേജ് ആണ്. അപ്പം ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനാണ് ചാൻസ്. കാരണം ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് നമ്മൾ ഭയങ്കര ആവേശത്തോടെ പഠിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഡബിൾ ടിക്ക് കൊടുത്തു. ആൻഡ് ഇവിടെ ഇപ്പോൾ ബയോടെക് പ്രിൻസിപ്പിൾസ് ലാസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ടും ചിലപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് പകുതിയെ പഠിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ സിംഗിൾ ടിക്ക് കൊടുക്കാം. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് ഫുൾ പഠിക്കും. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഹെൽത്തും അല്ലെ ഭാവിയിലേക്കും നമുക്ക് ആവശ്യമുള്ളൂ നമ്മൾ ഫുള്ള് പഠിക്കും. പക്ഷേ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് കുറച്ചൊരു കരപരപ്പ് ചാപ്റ്റർ ആയതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് പഠിച്ചു കഴിഞ്ഞാൽ. അത് പഠിക്കാൻ ഇപ്പം ഞാൻ ചാൻസ് ഇല്ല എന്ന് കരുതാം. അപ്പം ഞാനിവിടെ എന്ത് കൊടുത്തു, സിംഗിൾ ടിക്ക് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടെ ഞാൻ 26% എടുക്കും, ഇത് പകുതി എടുക്കുള്ളൂ, 12 എടുക്കുള്ളൂ. ഇത് ഞാൻ 12 ഫുള്ളും എടുക്കും, ഇത് ഞാൻ 15 ഫുള്ളും എടുക്കും. ഇവിടെ പകുതി എടുക്കുള്ളൂ, അതായത് 14 എടുക്കുന്നുള്ളൂ. അപ്പോൾ ടോട്ടലി ഞാൻ എത്ര പെർസെൻറ്റേജ് ഇവിടെ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ബയോളജിയിൽ? 26 + 12 പ്ലസ് ഈ 12 12 24. അപ്പം 26ഉം 24ഉം എത്ര വരും? 50 വരും അല്ലേ. 50 കിട്ടി. പ്ലസ് ഈ 15ഉം 14ഉം. അപ്പോൾ നമുക്ക് 15ഉം 14ഉം എത്ര വരും? 29 വരും. അപ്പോൾ ടോട്ടൽ എത്ര വരുന്നു? 79%. അപ്പോൾ 100%ൽ ഞാൻ എൻ്റെ ബയോളജി എത്ര പഠിച്ചിട്ടുള്ളൂ? ആകെ ഞാൻ 79% പഠിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 79% ആണ്. അപ്പോൾ ഇതിപ്പോൾ മിസ്സിൻ്റെ കാൽക്കുലേഷൻ ആണ്. ഇതേപോലെ നിങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർ ഫുള്ള് പഠിച്ചിട്ടുണ്ടാവും, തിയറിയിലും എല്ലാത്തിലും ഞാൻ കോൺഫിഡൻ്റ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിലും ഡബിൾ ടിക്ക് വരും. പക്ഷേ ചില ആൾക്കാർ ചില ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബയോടെക് പ്രിൻസിപ്പിൾ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ മാർക്ക് കൂട്ടാനേ പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ മിസ് ഞാൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ അവിടെ നിങ്ങൾ ടിക്ക് ഇടാനേ പാടില്ല. ഇങ്ങനെയായിരിക്കും നിങ്ങളുടേത് വരാം. അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡബിൾ ടിക്ക്, പകുതി ആണെങ്കിൽ സിംഗിൾ ടിക്ക്, ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ 0. ഓക്കെ, ആ രീതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് എന്തും കൂടെ എടുക്കാം, കെമിസ്ട്രിയും കൂടെ എടുക്കാം. അപ്പോൾ ഞാൻ കെമിസ്ട്രി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് കരുതാം. അപ്പോൾ കെമിസ്ട്രി ഞാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏകദേശം എല്ലാം അത്യാവശ്യം നല്ല വെയിറ്റേജിലാണ് ചാപ്റ്റേഴ്സ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഞാൻ പറയുകയാണ് സൊല്യൂഷൻസ് ഞാൻ ഏകദേശം ഫുള്ള് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ ഫുള്ള് പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി ഞാൻ പകുതിയെ പഠിച്ചിട്ടുള്ളൂ. കെമിക്കൽ കൈനറ്റിക്സ് ഞാൻ തൊട്ടിട്ടേ ഇല്ല. ഓക്കെ, D&F ബ്ലോക്ക് ഞാൻ പകുതിയെ പഠിച്ചിട്ടുള്ളൂ. ഇങ്ങനെയാണുള്ളതെന്ന് കരുതാം. അപ്പം നമുക്ക് ഏകദേശം എത്ര വരും? 29ഉം 24ഉം 40ഉം
9 4 എത്രയാ 13. അപ്പം 53. 53ഉം 23 ഇവിടെ സിംഗിൾ ടിക്കാണ്. അപ്പം നമ്മളിവിടെ എത്ര 29 ഫുൾ എടുത്തു, ഇത് പകുതി, ഇതും പകുതി അല്ല. അപ്പം 24 പകുതി 12. ഞാൻ ഇവിടെ 23ന്റെ പകുതി നമുക്ക് ഏകദേശം എത്ര എടുക്കാം? 12 തന്നെ എടുക്കാം. ഓക്കെ, 12 12 24, 29 24 എത്രയാ? 53. അപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രി എത്ര പെർസെൻറ്റേജ് അറിയുള്ളൂ? നിങ്ങൾക്ക് ടോട്ടലിൽ 53% മാത്രമേ നിങ്ങൾക്ക് കെമിസ്ട്രി അറിയുള്ളൂ. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് ഇവിടെയും കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ഞാൻ ഇവിടെ പറയുകയാണ്, ഇവിടെ എനിക്ക് 80, ഇവിടെ എനിക്ക് 60. അയ്യോ, ബയോളജി എഴുതിയത് മാറിപ്പോയോ? ബയോളജി എനിക്ക് 79. ബയോളജി എനിക്ക് 79. ഞാൻ പറയുകയാണ് മാത്സിൽ എനിക്ക് ആകെ 50 ഉള്ളൂ എന്ന് കരുതാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ടോട്ടൽ എടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ടോട്ടലിൽ ഔട്ട് ഓഫ് 400 കൂടെ ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം പെർസെൻറ്റേജ് കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര വരും? നമുക്കൊന്ന് കൂട്ടി നോക്കാം. കേൾക്കൂ. യെസ്, അപ്പോൾ ടോട്ടൽ നമുക്ക് എത്രയാണ്? 50 പ്ലസ് 80 പ്ലസ് 53 പ്ലസ് 79, 262. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ രീതിയിലാണ് ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 262. അപ്പോൾ 262 ഡിവൈഡഡ് ബൈ 400 എത്ര വരും? 0.65 ഇൻറ്റു 100. എനിക്ക് 65% മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഓണം എക്സാമിന് ഈ രീതിയിലാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ നിങ്ങൾക്ക് 65% മാത്രമേ കിട്ടാൻ ചാൻസ് ഉള്ളൂ എന്ന് കരുതി നമ്മൾ ടെൻഷൻ അടിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യരുത്. ഇനിയുള്ള ലൈവുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാർക്സ് തീർച്ചയായിട്ടും ഇപ്പോൾ 65 ആണെങ്കിൽ ഒരു 70-75 എത്തിക്കാൻ പറ്റും. കാരണം നമ്മൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ഓറിയൻറ്റഡ് ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ ഇനി കവർ ചെയ്യും. അപ്പം ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ ബയോളജി സയൻസ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും നിങ്ങളുടെ ഒരു ലെവൽ നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ PDF ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാകും. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക, എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, ഞാൻ കറക്റ്റായിട്ട് കാണണം, ഞാൻ കറക്റ്റായിട്ട് പഠിക്കണം, അത് കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, കറക്റ്റായിട്ട് ചെയ്യുക. ആൻഡ് ഇതേ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിപ്പോൾ നമുക്ക് ആകെ ഇത്രയും ചാപ്റ്റേഴ്സ് ആയിട്ട് തന്നെ നമ്മളുടെ അവസ്ഥ ഇങ്ങനെ. ഇനിയിപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ക്രിസ്മസ് എക്സാമിന് ഇനിയും ചാപ്റ്റേഴ്സ് കൂടും, പബ്ലിക് എക്സാമിന് അതിനേക്കാൾ ടോട്ടൽ ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കാം. അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയുള്ളതെങ്കിലും നമ്മൾ ഓണം എക്സാമിന് ശേഷം നമുക്കൊരു സമയമുണ്ട്. ഇത് നമ്മൾ അൾട്ടിമേറ്റ് അല്ല. അത് നമ്മൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക, നന്നായിട്ട് കവർ ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കൾക്ക്, ഇനിയെങ്കിലും നന്നായി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഈ ഒരു 65% ഒരു 70ലേക്കും 75ലേക്കും ഒക്കെ എത്തിക്കണം എന്ന് ആഗ്രഹമുള്ളവർ കറക്റ്റായിട്ട് നമ്മുടെ എക്സാം ടൈമിലുള്ള ലൈവുകൾ കാണുക, പഠിക്കുക, റിവൈസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.